ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ ഏതായാലും ഒരു ഷോക്കർ. പാകിസ്ഥാൻ, ചൈന, ടർക്കി ഈ മൂന്ന് രാജ്യങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്, ഒത്തിരി തെളിവുകളുണ്ട്. പാകിസ്ഥാൻ്റെ, ചൈനയുടെ, അതുപോലെ തന്നെ ഇതിനെയൊക്കെ ചുവട് പിടിച്ച ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ആദ്യം മുതലേ തന്നെ, കാരണം ഇന്ത്യയും അതുപോലെ തന്നെ റഷ്യയെയും ഒരുപോലെ തന്നെ ടാർണിഷ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ മാധ്യമങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ്റെ ISI അല്ലെങ്കിൽ അവരുടെ പ്രൊപ്പഗണ്ട മെഷീൻ, ISI അല്ല, ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ്, അതുപോലെ ചൈനയുടെ സ്റ്റേറ്റ് കൺട്രോൾഡ് മീഡിയ, ടർക്കിയുടെ TRT എന്ന് പറയുന്നത്, പിന്നെ പാശ്ചാത്യ മാധ്യമങ്ങൾ, നമുക്കറിയാം പൊതുവെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്ന അമേരിക്കൻ, ബ്രിട്ടീഷ് മാധ്യമങ്ങൾ പ്രത്യേകിച്ച്, കാരണം ഇംഗ്ലീഷ് പത്രങ്ങളായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. നമുക്ക് മറ്റ് മാധ്യമങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. ഫ്രഞ്ച് അല്ലെങ്കിൽ ജർമ്മൻ മാധ്യമങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ ബ്രിട്ടീഷ് അല്ലെങ്കിൽ അമേരിക്കൻ പല മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളും BBC ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മീഡിയ ഒക്കെ തന്നെ ആയാലും ശരി, അവർ ട്രഡീഷണലി ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് എപ്പോഴും എടുക്കുന്നത്. ഇന്ത്യക്ക് ഏതെല്ലാം മേഖലകളിൽ എത്ര മെച്ചവും നേട്ടവും ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ ഒക്കെ കരി വാരി തേച്ച് കാണിക്കുവാൻ വളരെയധികം ആഹ്ലാദം പ്രകടിപ്പിക്കുകയും താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ തീർച്ചയായിട്ടും പാശ്ചാത്യ ലോകത്തുണ്ട്. അത് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്ന് എന്നുവെച്ചാൽ അവിടുത്തെ നമ്മൾ പറയുന്ന ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കോർപ്പറേറ്റ് മീഡിയാസാണ്, മാധ്യമങ്ങളാണ് ഇതൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് എത്രത്തോളം ഇന്ത്യ ഏതെല്ലാം മേഖലകളിൽ, ഇപ്പോൾ ഈ യുദ്ധ സമയത്ത് മാത്രമല്ല, അതിനു മുമ്പായാൽ തന്നെയും അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന സമയത്ത് തന്നെയും നമ്മൾ കൈവച്ചിട്ടുള്ള നേട്ടങ്ങളൊക്കെ തന്നെ ലഘൂകരിച്ച് കാണുകയും അല്ലെങ്കിൽ നിസ്സാരവൽക്കരിക്കുകയും, അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നുമല്ല, ഇന്ത്യ ഇപ്പോഴും വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഒരു പട്ടിണിയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യമാണ്. ഇവിടെ വികസനങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളൊന്നും തന്നെ അത്ര മികച്ചതല്ല എന്നൊക്കെ തന്നെ പല മേഖലകളെക്കുറിച്ചും തീർച്ചയായിട്ടും തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത മാധ്യമങ്ങൾ നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, സത്യം, വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ വളരെ 100% സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ സീസ്ഫയർ എന്നുള്ളത് ഒരു എന്താണ് പറയുന്നത്, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സമയത്തല്ല നമ്മൾ സീസ്ഫയർ ഡിക്ലെയർ ചെയ്ത് അല്ലെങ്കിൽ അതിന് സമ്മതിച്ചെന്നുള്ള പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ, ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് അത്ര വലിയ തൃപ്തികരമായിട്ടുള്ള ഒരു പോളിസി അല്ല അല്ലെങ്കിൽ നയമല്ല ഗവൺമെൻറ് എടുത്തത്. എന്നിരുന്നാൽ തന്നെ നമുക്ക് അതിനെ അന്താരാഷ്ട്ര സമൂഹത്തെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും മറ്റ് രാജ്യങ്ങളെ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ നമുക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരിക്കലും, അതിപ്പോൾ ഏത് രാജ്യമായാലും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ട് യുദ്ധം തുടരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും യുദ്ധമാണ്. കാരണം ഇസ്രായേൽ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേൽ യുദ്ധം ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അത് അമേരിക്കയുടെ യുദ്ധമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും അതിൻ്റെ ഒരു ശമനം ഉണ്ടാകാതെ അത് ഇപ്പോഴും ആ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നത്. അതേസമയം അവർക്ക് നേരിട്ട് ഈ പറഞ്ഞ ഇന്ത്യയെപ്പോലുള്ള രാജ്യം ആയിരുന്നു ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇടപെട്ട ആ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ സീസ്ഫയർ, വെടിനിർത്തൽ പ്രഖ്യാപിക്കാനൊക്കെ അവരുടെ പക്കൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ സാധാരണയായിട്ട് നമുക്ക് ഈ ലോക രാഷ്ട്രീയ ഒരു ഭൂപടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ശരി, ഓപ്പറേഷൻ സിന്ദൂർ വളരെ സക്സസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ തെളിവുകളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ ആംഡ് ഫോഴ്സും ഒക്കെ തന്നെ അവർ മീഡിയ ബ്രീഫിങ്ങിൽ കൂടെയും അല്ലെങ്കിൽ പ്രസ് മീറ്റിങ്ങിൽ കൂടെയൊക്കെ അത് റിവീൽ ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്തുനിന്നും രാജ്യത്തോട് അവർക്ക് കള്ളം പറയുവാനോ അല്ലെങ്കിൽ തെറ്റായ ഡേറ്റ നൽകുവാനോ ഒന്നിനും സാധ്യമല്ല. കാരണം ഇപ്പോൾ നമ്മുടെ ഫൈറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഫൈറ്റേഴ്സ്, യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഷൂട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ലോകം അറിയും. തീർച്ചയായിട്ടും ലോകം അറിയും, നമ്മുടെ ഇന്ത്യൻ മീഡിയ അറിയും, ഇന്ത്യൻ ജനങ്ങൾ അറിയും. കാരണം ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് അതുപോലെ തന്നെ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജനങ്ങളുടെ ജീവൻ ഹാനി സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്ന് മൂടി വെക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊന്നുള്ള കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിപ്പോൾ
ഇന്ത്യയുടെ ഇമേജ്, കാരണം മറ്റു പല രാജ്യങ്ങൾക്കും അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. കാരണം നമുക്കറിയാം ഇന്ത്യക്ക് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ലോകത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളെ നമ്മളോട് വലിയ ഒരു എതിർപ്പും അല്ലെങ്കിൽ വിരോധവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ശത്രുതയൊന്നും പ്രകടിപ്പിക്കാത്ത വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ അല്ലെങ്കിൽ ഓപ്പണായിട്ടെങ്കിലും ജപ്പാൻ, ഇസ്രായേൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അവർ ഓപ്പണായിട്ട് നമ്മളോട് വളരെ എന്താണ് പറയുക എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. ബാക്കി ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപിൻ്റെ നിലപാടും അല്ലെങ്കിൽ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ വിരുദ്ധ ഒരു നിലപാട് തന്നെയാണ് ട്രംപ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചൈനയും ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ ട്രേഡ് ടോക്സ് ഒക്കെ നടന്നു. അവരേകദേശം അത് ഒത്തുതീർപ്പാക്കാനുള്ള സമ്മതത്തിലേക്കായി. പക്ഷേ ഇന്ത്യ ആയിട്ടുള്ള പിന്നെ വ്യാപാര കരാറിനെ കുറിച്ചുള്ള ഒരു ട്രേഡ് ഡീൽ അല്ലെങ്കിൽ വ്യാപാര കരാറിനെ കുറിച്ചുള്ള സംഭാഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിൻ്റെ തീർപ്പുകൽപ്പൊന്നും ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്തുനിന്ന്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ അടിസ്ഥാനമായി പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും പറയാൻ സാധിക്കും, പാകിസ്ഥാനാണ് ഈ ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ടുള്ള പ്രഹരം കിട്ടിയെങ്കിലും ചൈനയുടെയും ടർക്കിയുടെയൊക്കെ മുനയാണ് ഒടിഞ്ഞത്, അല്ലെങ്കിൽ അവരുടെ ഇമേജാണ് തകർന്നതെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ചൈനയുടെ ഓഹരികൾ, പല കമ്പനികളിലേക്ക് ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമുക്ക് പുറത്തു വരുന്നതും അറിയാൻ സാധിക്കുന്നതും. ചൈനയുടെ പ്രതിരോധ കമ്പനികൾ എന്നുവെച്ചാൽ വെപ്പൺസ് മാനുഫാക്ചർ ചെയ്യുന്ന പല തരത്തിലുള്ള കമ്പനികളുണ്ട്. അപ്പോൾ ഈ കമ്പനികളിലൊക്കെ തന്നെ ഓഹരികളിൽ വലിയ തോതിലുള്ള ഇടിവുകൾ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം ബ്രിങ്ക് ഓഫ് വാർ, അല്ലെ, യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തിയതാണ്. എന്നിടത്താൻ സീസ് ഫയർ ഡിക്ലെയർ ചെയ്തെങ്കിലും രണ്ടുപേരും സമ്മതിച്ചെങ്കിൽ തന്നെയും അതിർത്തിയിൽ ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. ഷെൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഒക്കെ തന്നെ. ഐസൊലേറ്റഡ് കേസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നിടത്തിന് അതിർത്തി അത്ര ശാന്തമല്ല. ഏത് സമയത്തും ഒരുപക്ഷെ ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള ഓപ്പറേഷൻ സിന്ദൂർ രണ്ടാം ഭാഗം നമുക്ക് നടത്താനുള്ള സാധ്യത പാകിസ്ഥാൻ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തിൽ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. ഇന്ത്യയെ ഒരു വാറിലേക്ക് കൊണ്ടുപോയി ട്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചൈനയുടെയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രകോപനങ്ങൾ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാന്റെ ഭാഗത്ത് ഇന്ത്യക്ക് നേരെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ പ്രകോപിതനാകുകയും അല്ലെങ്കിൽ ഇന്ത്യ പ്രൊവോക്കാകുകയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓപ്പറേഷൻ സിന്ധു രണ്ടാം ഘട്ടമോ അല്ലെങ്കിൽ അതുപോലെ ഇച്ചൂടെ ഒരു ഒരു വാറിനെ ഒക്കെ ഇച്ചൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പരുവത്തിലൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ശരിയായിട്ടുള്ളൊരു ലക്ഷ്യവും ആഗ്രഹം എന്ന് പറഞ്ഞാൽ. കാരണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച തടയുക എന്നല്ലാതെ അവർക്ക് മറ്റൊരു ലക്ഷ്യവുമില്ല. അതിനകത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ചൈന തന്നെയാണ്. കാരണം അമേരിക്കയ്ക്കും യാതൊരു താല്പര്യമില്ല ഇന്ത്യ വളർന്നൊരു സാമ്പത്തിക ശക്തിയാകുക എന്നുള്ളത്. അമേരിക്കയുടെ പിന്നെ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഭൗമ രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ മാറിയും മറിഞ്ഞും പല രാജ്യങ്ങളെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്ത്യ ആയിട്ടുള്ള ഈ കൂട്ടുകൃഷി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജോയിന്റ് കൊളാബറേഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ജപ്പാന്റെ ചരിത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജപ്പാൻ നമുക്കറിയാം വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 90കളായപ്പോഴത്തേക്ക് ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടുകക്ഷിയായിട്ട് തന്നെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ലി നേഷൻ ആയിട്ട് തന്നെയും ജപ്പാനെ അവരെങ്ങനെയാണ് വരിഞ്ഞു മുറുക്കി ജപ്പാന്റെ വളർച്ച പിന്നെ ഇല്ലാതാക്കുകയും ജപ്പാനെ തളർത്തി എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്ലാസ അക്കോർഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചൈനയ്ക്കെതിരെ അവർ ശരിയായിട്ടുള്ള തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സാമ്പത്തികമായിട്ട് ചൈനയെ അസ്ഥിരപ്പെടുത്തുക, അതിനാണ് ട്രേഡ് വാറിൽ ചൈനയെ കൊണ്ട് ട്രേഡ് വാർ ചൈനയ്ക്കെതിരെ അല്ലെങ്കിൽ ടാരിഫ് വാർ, ഇത് തന്നെയാണ് ജപ്പാനെതിരെ ഉപയോഗിച്ച ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പം ഇന്ത്യയും ഇപ്പോൾ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. 4ാമത്തെ അത് തന്നെ. കാരണം അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാനായിരുന്നു. ജപ്പാനെ ഇപ്പം നമ്മൾ മറികടന്ന് ഇന്ത്യ 4ാമത്തെ സാമ്പത്തിക ശക്തി എന്നാണ് അടുത്ത ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യനെയും ജർമ്മനിയെയും മറികടന്നിട്ട്, കാരണം അത് 2026 അല്ലെങ്കിൽ 27 കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ അതങ്ങനെ സാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഇതുപോലുള്ളൊരു കോൺഫ്ലിക്റ്റിൽ കൊണ്ട് ട്രാപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ചൈനയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെ ഒക്കെ തന്നെ നമുക്ക് ഇതിനകത്തിലെ ഹിഡൻ ഹാൻഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് ഈ തീവ്രവാദ പ്രവർത്തനം ചൈനയാണോ ചെയ്തത്
അല്ലെങ്കിൽ പാകിസ്ഥാനെ കൊണ്ട് അമേരിക്കയാണോ ജയിപ്പിച്ചെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ചൈനയ്ക്കുള്ള താല്പര്യം പോലെ തന്നെ അമേരിക്കയ്ക്കുണ്ട്. കാരണം ഇന്ത്യയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത്. നമ്മൾ ഈ പുറമേ അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊന്നും കണ്ട് നമ്മൾ ഈ എന്താണ് രോമാഞ്ച കഞ്ചുകം അല്ലെങ്കിൽ പുളകിതരാകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അമേരിക്ക തന്നെയാണ്. അവരുടെ താല്പര്യങ്ങൾ അവരെ വെട്ടിയിട്ട് ഒരു രാജ്യം മുമ്പോട്ട് വരരുത് എന്നുള്ളതാണ് അവരുടെ താല്പര്യങ്ങൾ. അപ്പം അതിനുവേണ്ടി അവർ ഏതറ്റം വരെ ഏത് രാജ്യത്തിനെതിരെ പോകാനും അവർ തയ്യാറാണ്. അത് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ലോക രാഷ്ട്രീയത്തിന്റെ ആ ഒരു ഭൂമികയിൽ. അപ്പൊ ഇന്ത്യയെ നമ്മൾ ഇപ്പൊ ട്രംപ് മോഡിയെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ട്രംപ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നോ, മോഡി ഏറ്റവും വലിയ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ നമ്മളിവിടെ കൂടുതൽ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമതായി മനസ്സിലാക്കണം, ട്രംപ് ഒരു വ്യക്തിയല്ല. ട്രംപ് അമേരിക്ക എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള അവരുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പൊ അങ്ങനെ പറയുന്ന ഏതൊരു കാര്യവും തീർച്ചയായിട്ടും വളരെ ഉത്തരവാദിത്തത്തോട് മാത്രമേ അങ്ങനെ പറയാറുള്ളൂ, പറയാൻ സാധിക്കത്തുള്ളൂ, പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ട്രംപ് ഈ വാചോടൊപ്പം നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ. അപ്പൊ അതിലൊന്നും നമ്മൾ കൂടുതൽ ട്രാപ്പായി വീഴേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യം അവരുടെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് അവരെപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗവാക്കാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ വളർത്തി വലുതാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല തീർച്ചയായിട്ടും. തൽക്കാലം ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാനുള്ള ഒരു തുറുപ്പുചീട്ട് എന്ന രീതിയിലാണ് ഇന്ത്യക്ക് ഇപ്പോൾ കൂടുതൽ ഒരു ഇന്ത്യയുമായിട്ട് കൂടുതൽ സഹകരണത്തിലൊക്കെ അവർ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം കാണിക്കുന്നതും. അപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും നമുക്ക് ആ അതിർത്തിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇന്ത്യൻ സൈന്യം തിരിച്ചെന്തെങ്കിലും മറുപടി നൽകുന്നുണ്ട്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ഉള്ളിൽ തീവ്രവാദ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തീവ്രവാദ ക്യാമ്പുകളിലൊക്കെ തന്നെ നമുക്ക് കനത്ത പ്രഹരം അല്ലെങ്കിൽ കനത്ത ആക്രമണം ആ, നൽകുവാൻ അല്ലെങ്കിൽ തിരിച്ചടി നൽകുവാൻ നമുക്ക് സാധിച്ചിരുന്നു. നിരവധി തീവ്രവാദികൾക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. അതൊന്നും അവർ ഡിക്ലെയർ ചെയ്യുന്നില്ല, പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ലോകത്തിന്റെ മുമ്പിൽ അത് വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യക്ക് എതിരെ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ടർക്കി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി സപ്പോർട്ടറാണ്, മിലിറ്ററി സപ്ലയറാണ്. അപ്പൊ ചൈനയുടെയും ടർക്കിയുടെയും ആയുധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടുള്ളത്. അപ്പൊ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ഈ ആയുധങ്ങൾക്കൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രകടമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം. ലോകത്തെ അതിശയിപ്പിച്ച, അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ അതിശയിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഈ പ്രൗഢഗംഭീരമായിട്ടുള്ള നമ്മളുടെ വിജയം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ഈ ഒരു പിന്നെ ആംഡ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസിന്റെ പ്രതിരോധ ശക്തി തെളിയിക്കപ്പെട്ടപ്പോൾ അതിനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. മനസ്സിലായില്ല? അപ്പൊ പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആംഡ് ഫോഴ്സസും അത് കുറേയൊക്കെ അവർ റിവീൽ ചെയ്തു. പിന്നെ ഇനിയിപ്പം മീഡിയാസിനെല്ലാം പതുക്കെ പതുക്കെ അതിൻ്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ്, ഇമേജസ് ഒക്കെ അവർക്ക് കൂടുതൽ കാരണം ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ലോകം ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. അതോടുകൂടി ചൈനയുടെ ആ ഒരു ഊതിപ്പെരിപ്പിച്ച് അവർ കൊണ്ടുവന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലൈറ്റഡ് ഇമേജ് എന്നൊക്കെ പറയും. അത് ഇല്ല, ബലൂണ് നമ്മൾ കുത്തിവിടുന്ന പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ചൊട്ടിയിരിക്കുകയാണ് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച്, കാരണം ഇത് നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞാണ്, അവരെല്ലാവരും വിചാരിച്ചു ഇന്ത്യ ചെറിയ തോതിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി മാത്രമേ പാകിസ്ഥാനെതിരെ ഉപയോഗിക്കത്തുള്ളൂ, അതിനുള്ള ഒരു താല്പര്യമോ അല്ലെങ്കിൽ ഗട്ട്സ് മാത്രമേ ഇന്ത്യ കാണിക്കത്തുള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അതിനൊക്കെ വിപരീതമായിട്ട് ഇന്ത്യ അവരുടെ എല്ലാം പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് ഇന്ത്യ നടത്തിയ പ്രകടനവും അത് ചൈനയ്ക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് നമുക്കിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ ചൈനയുടെ പ്രതിരോധ കമ്പനികളുടെ എല്ലാം ഓഹരി വൻതോതിൽ ഇടിഞ്ഞു എന്നുള്ളതാണ് ഈ പറഞ്ഞ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയുടെ ആയുധ നിർമ്മാതാക്കൾക്ക് വലിയൊരു നഷ്ടങ്ങളാണ് ഇപ്പോൾ ചൈനീസ് ഓഹരി വിപണിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഓഹരിയുടെ വിലയിടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഓഹരിയിലുള്ള വിശ്വാസം അവരുടെ പോപ്പുലേഷനിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ തീർച്ചയായിട്ടും ആ ഓഹരിയുടെ വില ഇടിയുന്നത് പറഞ്ഞു. അപ്പോൾ ചൈനയുടെ J-10C ഫൈറ്റർ ജെറ്റ്, കാരണം അവരുടെ ഏറ്റവും അത്യാധുനിക വിമാനം എന്ന് പറയുന്ന J-10C ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളുടെ നിർമ്മാതാക്കളായിട്ടുള്ള അവിക് ചെങ്ഡു എയർക്രാഫ്റ്റ് ആണ്. ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് നമുക്കിത് പ്രൊനൗൺസ് ചെയ്യുന്നറിയില്ല. നമുക്കിങ്ങനെ ഷെങ്ഡു എന്ന് പോലെ അവിക് ഷെങ്ഡു എയർക്രാഫ്റ്റ് കമ്പനിയുടെ ഓഹരികൾ 9% ഇടിഞ്ഞു. ഇത് ഇന്നലത്തെ റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ചൈനീസ് സർക്കാരിന്റെ കീഴിലുള്ള ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ,
ഇപ്പം നമ്മളുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലൊക്കെയുള്ള അവരുടെ മിലിറ്ററി ഷിപ്പുകളൊക്കെ ബിൽഡ് ചെയ്യുന്ന ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ്റെ ഓഹരികൾ 4% താഴ്ന്നു എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നേവിക്ക് അല്ലെങ്കിൽ നാവികസേനയ്ക്ക് ഈ ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷൻ കപ്പലുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈന്യത്തിനായിട്ട് ഇലക്ട്രോണിക് ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഈ പറഞ്ഞൊരു കമ്പനി ഷൂഷൗ ഹോങ്ഡ, ഇതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ നമുക്കറിയത്തില്ല, ഷൂഷൗ ഹോങ്ഡ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ ഓഹരികൾ 6% ഇത് 2-3 കമ്പനികളുടെ പേര് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ ഒത്തിരി പല കമ്പനികളിലെയും, കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി കമ്പനികൾ കാണുന്നുണ്ട് ഇതുപോലുള്ള അവരുടെ സ്റ്റേറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള, അതായത് നമ്മുടെ ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്ന ചൈനയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് മേഖലകളിലൊക്കെയുള്ള പല കമ്പനികളുടെയും ഓഹരികൾ വൻതോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. 9%, 6%, 4% ഒക്കെ അവരുടെ ഓഹരികളുടെ വില, സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുത്തനെ ഇടിഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് 2-3 കമ്പനികളുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. പിന്നെ ചൈനയിൽ നിന്നാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങിക്കുന്നത്. അത് നമ്മൾ നേരത്തെ വീഡിയോ ആയിട്ടുള്ളത്. ഏകദേശം 80% അല്ലെങ്കിൽ അതിൽ കൂടുതലോളം പാകിസ്ഥാൻ്റെ ആയുധങ്ങൾ ഇപ്പോൾ ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ചൈന ഏകദേശം പാകിസ്ഥാൻ്റെ ടോട്ടൽ വെപ്പൺസിൻ്റെ 80%-ഓളം ചൈനയാണ് നൽകുന്നത്. പിന്നെ ടർക്കിയുണ്ട്, പിന്നെ നെതർലാൻഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടുത്തെ വായിച്ചാണ്, നെതർലാൻഡ്സും പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അത് 5% അല്ലെങ്കിൽ 6% അടുത്തേ ഉള്ളൂ. ടർക്കിയും ഏകദേശം ആ ഒരു പെർസെൻറ്റേജിലൊക്കെ ഉള്ളൂ. 2012 കാലഘട്ടത്തിൽ 51% പാകിസ്ഥാൻ ചൈനയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 82 അല്ലെങ്കിൽ 80-ന് മുകളിൽ ശതമാനം ആണ്. എന്നുവെച്ചാൽ ചൈനയെ പൂർണ്ണമായിട്ടും പാകിസ്ഥാൻ ആശ്രയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ചൈന പറയുന്ന പോലെ പാകിസ്ഥാൻ ആക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചൈന പറയുന്ന പോലെ എന്നുവെച്ചാൽ ചൈനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു പാകിസ്ഥാൻ. ഒരു പ്രോക്സി, തീർച്ചയായിട്ടും പാകിസ്ഥാൻ എന്നും പ്രോക്സി ആയിരുന്നു. പണ്ട് അമേരിക്കയുടെ പ്രോക്സി ആയിരുന്നു, നേറ്റോയുടെ പ്രോക്സി ആയിരുന്നു. ഇപ്പോഴും അവരുടെ പ്രോക്സി തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ചൈനയുടെ പ്രോക്സിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ചൈനയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു എന്താണ് പറയുന്നത്, ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു പ്രോക്സി സ്റ്റേറ്റായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. കാരണം ഈ 82% ആയുധമൊക്കെ ചൈന കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് പാകിസ്ഥാൻ്റെ മുകളിലുള്ള സ്വാധീനവും അല്ലെങ്കിൽ നിയന്ത്രണവും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വൻതോതിൽ മുകളിലേക്ക് പോകുന്ന വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശത്തെ അഭിസംബോധനയുള്ള സംസാരത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ടോക്കിന് ശേഷം നമ്മളുടെ പ്രതിരോധ ഓഹരികൾ പ്രതിരോധ ഡിഫൻസ് കമ്പനികളുടെ, ഈ പറഞ്ഞ ഡിഫൻസ് മാനുഫാക്ചറേഴ്സിൻ്റെ കമ്പനികളുടെ ഓഹരികൾ ഒക്കെ വളരെ ഉണർവുണ്ടായി. 4%-ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഉണർവുണ്ടായി, അല്ലെങ്കിൽ ഓഹരി വില കൂടി എന്നൊക്കെയുള്ള വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പ്രതിരോധ ഓഹരികളെല്ലാം വളരെ മിന്നും പ്രകടനമാണ് നടത്തുന്നത്. ഭാരത് ഇലക്ട്രോണിക്സ്, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ബെൽ എന്ന് പറയുന്നത്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അതുപോലെ തന്നെ അതിൻ്റെ 4.5% സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിട്ടുണ്ട്. ഭാരത് ഡൈനാമിക്സ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ്, അതിന് 7.8% നേട്ടം ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതേ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, നമ്മുടെ തേജസ് ഒക്കെ ഈ ഫൈറ്റർ നിർമ്മിക്കുന്ന, അതുപോലെ തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡിംഗ് ആണ്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെ മസഗോൺ ഡോക്ക്, ഈ പറഞ്ഞ കമ്പനികളിലൊക്കെ തന്നെ ഓഹരികൾ 4% വീതം ഉയർന്നു. അപ്പോൾ ഇത് ഇത്തരം വളരെ ചുരുക്കം പേരുകൾ മാത്രമേ ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളൂ, ചൈനയുടെ ആയാലും ഇപ്പം ഇന്ത്യയുടെ ആയാലും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ട് ചൈനയുടെ ഓഹരികൾ അവരുടെ ഓഹരി മാർക്കറ്റിൽ വിപണിയിൽ കുത്തനെ ഇടിഞ്ഞു, ഇന്ത്യയുടെ ഓഹരികൾക്ക് കൂടുതൽ കുതിപ്പുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യുദ്ധത്തിൻ്റെ റിസൾട്ട് തന്നെയാണ് അത് തെളിയിക്കുന്നത്. കാരണം ഇന്ത്യൻ ആയുധങ്ങൾ കൂടുതൽ ഫലവത്തായിട്ട് ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ശക്തി കൂടുതൽ പ്രകടിപ്പിക്കാൻ സാധിക്കുകയും പാകിസ്ഥാന് വൻതോതിലുള്ള പരാജയവും നാശനഷ്ടങ്ങളും ഉണ്ടായി. അത് ചൈനയുടെയും ടർക്കിയുടെയൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ നമുക്കെതിരെ യുദ്ധം ചെയ്തത്, അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ അതിനകത്തിൽ അവർക്ക് വിജയം ഉണ്ടാകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ചൈനയുടെ കമ്പനികൾക്ക് ഓഹരി വിപണിയിൽ വൻതോതിലുള്ള ഇടിവുണ്ടായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലല്ലോ. കാരണം നമ്മൾ റിസൾട്ടിൽ നിന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. എഫക്റ്റ് എന്താണോ അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ കോസിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. കോസ് ആൻഡ് ഇഫക്റ്റ്, കാരണവും ഫലവും. ഇല്ലേ, ഫലം ഇങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാകും. ആ കാരണമാണ് നമ്മൾ പറയുന്നത് ചൈനയുടെയും ടർക്കിയുടെയും ആയുധങ്ങൾ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ വിജയകരമായിട്ട്
ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനവും നമ്മളുടെ ഏം, ആയുധങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ്റെ മുകളിൽ മേൽക്കോയ്മ സ്ഥാപിക്കുവാൻ നമുക്ക് ഡോമിനേറ്റ് ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അത് ലോകരാജ്യങ്ങളെല്ലാം ഒരേ രീതിയിൽ ഒരു ഷോക്കറാണ്, അല്ലെങ്കിൽ ഒരു ഷോക്കിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ട്രംപ് ഒക്കെ വളരെ പിന്നെ എന്താണ് പറയുക, റാറ്റിൽഡാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുള്ളത് ഒന്ന് അൺസെറ്റിൽഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചൈനയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ ആയുധങ്ങളാണ് ഇന്ത്യയുടെ നമ്മൾ സ്വയം നിർമ്മിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാന്റെ മേൽ നമ്മൾ ഉപയോഗിച്ചത്. അപ്പം ഇതിനകത്തിലൊന്നും വേറെ യാതൊരു രാജ്യങ്ങൾക്കും ഒരു ഇമേജ് ബൂസ്റ്റർ ഇതിനകത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇന്ത്യ, ഇസ്രായേൽ, റഷ്യ, ഈ 3 രാജ്യങ്ങൾക്കാണ് പ്രത്യേകിച്ച് ഇന്ത്യക്ക് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ഇമേജ് ബൂസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അത് ഇന്ത്യയുടെ ആയുധത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആംസിൻ്റെ വെപ്പൺസിൻ്റെ ഒക്കെ എന്താണ് പറയുന്നത്, ആ ഒരു മേന്മ കൊണ്ടും ഗുണമേന്മ കൊണ്ടും ക്വാളിറ്റി കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം കൊണ്ടൊക്കെ തന്നെയാണ്. അത് പാകിസ്ഥാനും ചൈനയ്ക്കും ടർക്കിക്കും മറ്റ് ലോക രാജ്യങ്ങൾക്കെല്ലാം അത് കൃത്യമായി മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു പിന്നെ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രഹരം ചൈനയെ പോലുള്ള രാജ്യത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊരു ടോപ്പിക് നടന്നല്ലോ. അപ്പോൾ പാകിസ്ഥാന് ഡയറക്റ്റ് ആയിട്ടുള്ള ഹിറ്റ് കിട്ടി, ചൈനയ്ക്കും ടർക്കിക്കും ഒക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഹിറ്റ്. ഇൻഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അതും ഡയറക്റ്റ് ആണ്. കാരണം അവരുടെ സമ്പദ് വ്യവസ്ഥയെ, ഇമേജിനെയൊക്കെ ബാധിക്കുന്ന വലിയ വിഷയമാണ്. കാരണം ചൈനയാണ് വലിയ പ്രസ്ഥാനമാണെന്നുള്ള രീതിയിലാണ് ഇത്ര നാളും കൊണ്ടുവന്നത്. പക്ഷേ ഒന്നുമല്ലെന്നുള്ള കാര്യം ചൈന ചൈനയുടെ ചൈന ടർക്കി അവിടെ കിട്ടെ ചൈനയുടെ ആയുധങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് തീർച്ചയായിട്ടും ന്യൂട്രലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന മിലിറ്ററി നമ്മളുടെ ഓപ്പറേഷൻസ് കൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ, ലോകത്തിന് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.